തീർച്ചയായും ഇതിൻ്റെ പിന്നിലൊരു വലിയ സ്ട്രാറ്റജി ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ചൈനയെ സംബന്ധിച്ചോളം ചൈനയ്ക്ക് ഒരു ഡിസൈൻ ഉണ്ട്, നേരത്തെ അത് പറഞ്ഞു. ആ ചൈനയുടെ ഡിസൈൻ അനുസരിച്ച് തുള്ളുന്ന ഒരു കൂട്ടമായിട്ട് പിന്നെ ബംഗ്ലാദേശിലെ ഈ പറയുന്ന സംഘടനകൾ, ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള തീവ്ര ഇസ്ലാമിക സംഘടനകൾ മാറുന്നു. അവർ അവിടെ വംശഹത്യയ്ക്കും പിന്നെ ഒരു ഇസ്ലാമിക ഭരണകൂടം, തീവ്ര ഇസ്ലാമിക ഭരണകൂടം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അത് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിത് കുറച്ച് നാളുകൾക്ക് മുമ്പ് അഫ്ഗാനിസ്ഥാനിൽ കണ്ടതാണ്. അമേരിക്ക പിന്മാറുന്ന സമയത്ത് ചൈനയുടെ പിന്തുണയോട് കൂടിയിട്ട് അവിടെ താലിബാൻ ഭരണത്തിലേറുന്നു. പിന്നീട് താലിബാനും ചൈനയും തമ്മിൽ ഏത് തരത്തിലുള്ള ബന്ധമാണ് ഉരുത്തിരിഞ്ഞു വന്നത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ലോക സാഹചര്യങ്ങൾ വിലയിരുത്തുന്ന സമയത്ത് അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ തീവ്ര ഇസ്ലാമിക സംഘടനകൾ, തീവ്രവാദ സ്വഭാവമുള്ള ഇസ്ലാമിക സംഘടനകൾ എല്ലാവരും ചേർന്നുകൊണ്ട് അല്ലെങ്കിൽ അവരെ ഒരു കൊടക്കീഴിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ചൈനയുടെ സാമ്രാജ്യത്വ താല്പര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ ഇന്ത്യയുടെ ചുറ്റുമുള്ള രാജ്യങ്ങളെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് ആ രാജ്യങ്ങളിലെ, പ്രത്യേകിച്ച് ഇസ്ലാമിക രാജ്യങ്ങളെ പോലെയുള്ള പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് അല്ലെങ്കിൽ മാൽദീവ്സ്, ഇങ്ങനെയുള്ള രാജ്യങ്ങളെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് അവിടുത്തെ ഭരണകൂടങ്ങളെ അട്ടിമറിക്കുകയും അല്ലെങ്കിൽ അവിടുത്തെ ഭരണകൂടങ്ങളെ സ്വാധീനിക്കുകയും ചെയ്തുകൊണ്ട് അവിടെ ഒരു തീവ്ര സ്വഭാവമുള്ള ഭരണകൂടത്തെ പിന്നെ കൊണ്ടുവന്നുകൊണ്ട് പിന്നെ ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താനും ഇന്ത്യയെ ചുറ്റിവളയാനുള്ള ഒരു ശ്രമമാണ് ചൈന നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള തീവ്ര ചിന്താഗതിയുള്ള ആളുകളെ വളർത്തി കൊണ്ടുവരുന്ന സമയത്ത് അത് അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക്, പ്രത്യേകിച്ച് ബംഗ്ലാദേശ് പോലെയുള്ള രാജ്യങ്ങളിലെ ന്യൂനപക്ഷങ്ങൾക്ക് വളരെ അധികം വിനാശകരമായിട്ടുള്ളൊരു കാര്യമായിട്ട് വരുന്നു. അവിടെ നമുക്ക് ചരിത്രമറിയാം. ബംഗ്ലാദേശിൽ പിന്നെ പാകിസ്ഥാനും ഇന്ത്യയുമായിട്ട് പിരിയുന്ന സമയത്ത് ഒരു വലിയ വിഭാഗം ഹിന്ദുക്കളുണ്ടായിരുന്ന ഒരു രാജ്യമായിരുന്നു ബംഗ്ലാദേശ്. പിന്നീട് അവിടെ പാക് സൈന്യത്തിൻ്റെ പിന്തുണയോടുകൂടിയിട്ട് ജമാഅത്തെ ഇസ്ലാമി നടത്തിയ കൂട്ടക്കൊലകൾ, വംശഹത്യ, ആ വംശഹത്യയിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് ആ കാലഘട്ടങ്ങളിൽ ഇല്ലാതായത്. അതിനുശേഷവും ആ വംശഹത്യ അവിടെ തുടർന്നുകൊണ്ടിരുന്നു. BNP പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഭരിക്കുന്ന സമയത്ത് അത്തരത്തിലുള്ള വംശഹത്യ അവിടെ നടന്നിരുന്നു. അതിൻ്റെ എല്ലാം പിന്നെ ഒരു റിസൾട്ട് എന്നുള്ള നിലയ്ക്കാണ് ഷെയ്ഖ് ഹസീന ഈ അടുത്ത കാലത്ത് അധികാരത്തിൽ വന്ന സമയത്ത് ഇത്തരത്തിലുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാരെ വിചാരണ ചെയ്യുകയും അവരെ വധശിക്ഷയ്ക്ക് അധികം അടക്കം വിധിക്കുകയും ചെയ്ത സാഹചര്യങ്ങളെല്ലാം നമ്മൾ ബംഗ്ലാദേശിൽ കണ്ടിരുന്നു. ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിച്ചിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സാഹചര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവിടെ ചൈനയുടെ പിന്തുണയോട് കൂടിയിട്ട് അല്ലെങ്കിൽ സാമ്രാജ്യത്വ ശക്തികളുടെ പിന്തുണയോട് കൂടിയിട്ട് ഒരു പാവ സർക്കാരിനെ കൊണ്ടുവന്നുകൊണ്ട് അതിനെ ജമാഅത്തെ ഇസ്ലാമി പിൻ സീറ്റ് ഡ്രൈവിങ്ങിലൂടെ നയിച്ചുകൊണ്ട് അവിടെ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് വംശഹത്യയാണ്.